പ്രിയമുള്ളവരെ, ഗസയെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം. പ്രത്യേകിച്ചും ചില വാർത്താ ഏജൻസികളൊക്കെ സൂചിപ്പിക്കുന്നത് ദിവസം 10-15 പേർ കൊടും പട്ടിണി കൊണ്ട് ഗസയിൽ മരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവർ മരിച്ചു വീഴുമ്പോൾ വളരെ നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരുന്ന പ്രിയപ്പെട്ടവരുടെ അവസ്ഥ, അതായത് സ്വന്തം മക്കളൊക്കെ ഒന്നും കഴിക്കുവാനില്ലാതെ കൊടും പട്ടിണി കൊണ്ട് ഉപ്പ എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞ് മരിച്ചു വീഴുന്ന അവസ്ഥ, വിശക്കുന്നു എന്ന് പറഞ്ഞ് മരിച്ചു വീഴുന്ന അവസ്ഥ, അത് വളരെ ദയനീയമാണ്, നിസ്സഹായമാണ്, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. മിക്കപ്പോഴും അത്തരം വാർത്തകളൊക്കെ ഗസയിൽ നിന്ന് വരുന്നുണ്ട് എന്നത് മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. ലോകം വളരെ നിസ്സഹവും നിസ്സംഗവുമായി ഇത്തരം സംഗതികളെ നോക്കി നിൽക്കുന്നു എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന പകർന്നു നൽകുന്നതാണ്. പ്രത്യേകിച്ചും ലോകത്തിന്റെ ശ്രദ്ധ ഗസയിൽ നിന്ന് മാറിപ്പോകുന്നു. ഓരോ വിഷയം വരുമ്പോഴും ആ വിഷയത്തിലേക്ക് ലോകത്തിന്റെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ വഴുതി മാറുമ്പോൾ ഇസ്രായേൽ പർപ്പസ്ഫുള്ളി ലക്ഷ്യം വെച്ചു തന്നെ അവിടെ മനുഷ്യഹത്യ ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തു. പ്രത്യേകിച്ചും ഓരോ പ്രദേശങ്ങളും ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് സിറിയ ആക്രമിച്ചപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ സിറിയയിലേക്ക് മാറി. ആ സമയം കൊണ്ട് ഇസ്രായേലിന് ചെയ്യാൻ പറ്റുന്ന പരമാവധി മനുഷ്യഹത്യകൾ ഗസയിൽ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ 1.5 വർഷം കൊണ്ട് തുടരുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷം, അതിൽ നിന്ന് ലോകത്തിന്റെ ശ്രദ്ധ പതുക്കെ പതുക്കെ മാറുകയാണ്. പുതിയ സംഭവ വികാസങ്ങൾ മാധ്യമതലങ്ങൾ നിറയുകയാണ്. അങ്ങനെ ഗസയും പതുക്കെ പതുക്കെ ലോകം മറന്നു തുടങ്ങുന്നു എന്നാണ് യാഥാർത്ഥ്യം. കൊടും പട്ടിണിയുടെ പിടിയിലാണ് ഗസ. ദിവസവും 10-15 പേർ കൊടും പട്ടിണി കൊണ്ട് മരിക്കുന്നു. ഹോസ്പിറ്റലുകൾ, അതിലെ മെഡിക്കൽ സ്റ്റോറുകൾ, ഷെല്ലുകളൊക്കെയും ശൂന്യമായിരിക്കുന്നു. മരുന്നുകളൊക്കെ തീർന്നിരിക്കുന്നു. കൊടും പട്ടിണിയിൽ വരുന്ന ആളുകൾക്ക് ഗുളിക കൊടുക്കുവാനോ മരുന്ന് കൊടുക്കുവാനോ പോലും കഴിയുന്നില്ല. പരിക്കേറ്റ ആളുകളെ ശുശ്രൂഷിക്കുവാനുള്ള സഹായങ്ങളില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു, ചില മാധ്യമങ്ങളെയൊക്കെ ഉദ്ധരിച്ച്, അടുത്തുള്ള ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം അവരവരുടെ സഹോദരങ്ങളുടെ വേദനയിൽ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. മിക്കപ്പോഴും മെഡിറ്ററേനിയൻ കടലിലെ കടൽ തീരത്തേക്ക് അവർ വന്ന് അവരുടെ ഭക്ഷണം കുപ്പികളിലാക്കി ഗസയിലെ പട്ടിണി അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. അത് അവരുടെ മനസ്സിന്റെ വിശാലതയാണ്. തങ്ങളുടെ സഹോദരങ്ങൾ പട്ടിണി കിടക്കുന്നു എന്നത് അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. തങ്ങൾ ഇങ്ങനെ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ തൊട്ടടുത്ത് തങ്ങളുടെ അറബ് സഹോദരങ്ങൾ പട്ടിണിയിലാണ് എന്നത് അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. കിട്ടുമോ എന്നവർക്കറിയില്ല. എന്നിട്ടും അവർ തങ്ങളുടെ ഭക്ഷണം കുപ്പികളിലാക്കി മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുക്കി വിടുകയാണ്. അത് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ അവർ അവരുടെ ദൗത്യം നിർവഹിക്കുന്നു എന്നത് അവർക്ക് സമാധാനം കിട്ടുന്നതിനാണ്. എന്തായാലും ലോകത്തിന്റെ ശ്രദ്ധ പതുക്കെ പതുക്കെ മാറുന്നു എന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിലും മറു സൈഡിൽ ഗസ എന്ന് പറയുന്ന രാജ്യത്തിന്, അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സ്വതന്ത്രം കിട്ടുവാനുള്ള ചില വഴികൾ തുറന്നു വരുന്നു എന്നൊരു യാഥാർത്ഥ്യവും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. വേദനാജനകമായ ഒരു റിയാലിറ്റിയിലും ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് ഫലസ്തീൻ പതുക്കെ പതുക്കെ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുകയാണോ എന്ന രീതിയിലും ചർച്ച വരുന്നുണ്ട്. കാരണം അത്രമേൽ അനുഭവിച്ചു കഴിഞ്ഞു ആ ജനത. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കൊടിയ സയനിസ്റ്റ് അധിനിവേശം അത് ആ ജനതയെ വല്ലാതെ വലച്ചിട്ടുണ്ട്. മിക്കപ്പോഴും നമ്മൾ വാർത്താമാധ്യമങ്ങൾ വായിക്കുന്നതാണ്, ഇസ്രായേൽ ലക്ഷ്യമാക്കുന്നത് ഫലസ്തീനിലെ കുട്ടികളെയാണ്, അമ്മമാരെയാണ്. ആ കുട്ടികൾ വളർന്നു വന്ന് നാളെ ഫലസ്തീന്റെ ഉദാത്തമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഏറ്റെടുക്കരുതെന്ന് ഇസ്രായേലിന് ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പർപ്പസ്ഫുള്ളി കുട്ടികളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു. മിക്കപ്പോഴും കുട്ടികളെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത്. അവർക്ക് ലഭിക്കേണ്ട മരുന്നുകൾ ഒക്കെ കിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രായേൽ ഗസയിലെ ഏക IVF ചെയ്യുന്ന, ഫെർട്ടിലിറ്റി ചെയ്യുന്ന ഹോസ്പിറ്റൽ ബോംബിട്ട് നശിപ്പിച്ചു എന്ന വാർത്ത വന്നിരുന്നു. അവിടെ സൂക്ഷിച്ചിരുന്ന കൃത്രിമ ഭ്രൂണങ്ങൾ ആയിരക്കണക്കിനാണ് നശിപ്പിച്ചത്. കാരണം ഭ്രൂണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണല്ലോ. ആ കുട്ടികൾ വളർന്നു വന്ന് നാളെ ഫലസ്തീന്റെ ഉദാത്തമായ സ്വതന്ത്ര സമര പോരാട്ടങ്ങൾ ഏറ്റെടുക്കരുത് എന്ന ലക്ഷ്യം ഇസ്രായേലിനുള്ളത് കൊണ്ട് തന്നെ കുട്ടികളെയും അതുപോലെ ഗർഭം ധരിക്കുവാനുള്ള സ്ത്രീകളെയും ഒക്കെ തിരഞ്ഞു പിടിച്ച് തന്നെ ഇസ്രായേൽ നശിപ്പിക്കുന്നു എന്നത് അവരുടെ സയനിസ്റ്റ് മനോഭാവത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രത്യേകിച്ചും ഈ പ്രസവ ശുശ്രൂഷാനന്തരം കിട്ടേണ്ട മരുന്നുകൾ, അതൊക്കെ ഇസ്രായേൽ പർപ്പസ്ഫുള്ളി ഗസയിലേക്ക് കടത്തിവിടാതെ തടഞ്ഞു വെക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. എന്തായാലും ഗസയിൽ വേദനയുടെ വലിയൊരു പർവ്വതം തന്നെ രൂപപ്പെടുമ്പോൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഗസയുടെ ചുവടുവെപ്പുകളും അല്ലെങ്കിൽ ഫലസ്തീന്റെ ചുവടുവെപ്പുകളും ദൃഢമാകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും G7 ആദ്യമായി G7 എന്ന് പറയുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മകളിൽ ആദ്യമായി ഫ്രാൻസ് ഫലസ്തീൻ
എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വതന്ത്രത്തെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമാകും എന്ന വാർത്ത പുറത്തു വരികയാണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമുക്ക് വ്യക്തമായി അറിയാം. അദ്ദേഹം മിക്കപ്പോഴും സയനിസ്റ്റ് ഇസ്രായേൽ വിരുദ്ധ മനോഭാവങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു ഭരണാധികാരിയാണ്. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ അനുകൂല മനോഭാവങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഫലസ്തീനൊപ്പമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഗസ ഇസ്രായേൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന സമയത്ത് ഒക്കെ അദ്ദേഹം ഫലസ്തീനൊപ്പം നിന്നിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഫ്രാൻസ് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കും, അതായത് ഫലസ്തീൻ സ്വതന്ത്ര രാജ്യമാക്കണം എന്നുള്ള നിർദ്ദേശത്തെ അംഗീകരിക്കും എന്ന ഒരു പ്രസ്താവന ഇമാനുവൽ മാക്രോന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ച് ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് ഫ്രാൻസ് അംഗീകരിക്കും എന്ന വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. ഫ്രാൻസിന്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ ഒരു നീക്കമാണ് ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ചുവടുകൾക്ക് ദൃഢത നൽകുന്ന ഒരു നീക്കമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നടപടികൾ ഉണ്ടാകുകയാണ്. കെയർ സ്റ്റാമർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനത്തോടനുബന്ധിച്ച്. പക്ഷേ അവർ കുറച്ച് നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട്, അതായത് ബന്ദികളെ വിമോചിപ്പിക്കുക മുതലായ കുറച്ചു നിർദ്ദേശങ്ങളും അവർ വെക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും സൗദിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ ഫ്രാൻസിൻ്റെതായിട്ടുള്ള ഒരു നീക്കം സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുവേദിയിൽ ഇങ്ങനെ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനമായി ഫ്രാൻസ് മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. സൗദി അറേബ്യ എന്തായാലും ഫ്രാൻസിന് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ഈ ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസും അദ്ദേഹവും ഒരു നന്ദി സൂചകമായ ഒരു ലെറ്റർ ഇമാനുവൽ മാക്രോൻ അദ്ദേഹത്തിന്റെ പ്രതിനിധി സമർപ്പിച്ചതായിട്ടുള്ള വാർത്തയും പുറത്തു വരികയാണ്. ഫ്രാൻസിനോടും ഒപ്പം ഇമാനുവൽ മാക്രോനുള്ള നന്ദിയും കടപ്പാടും തങ്ങൾ ഉറപ്പിച്ചു പറയുന്നു എന്നാണ്, ഫലസ്തീൻ ഉറപ്പിച്ചു പറയുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ, അതായത് ഇമാനുവൽ മാക്രോൺ കൂടുതൽ ശക്തമായി, അതായത് ലോകത്തെ വൻശക്തികളിൽ ആദ്യമായി കൂടുതൽ ഫലസ്തീൻ അനുകൂല നിലപാടുകൾ എടുക്കുന്ന രാജ്യമായി ഫ്രാൻസ് മാറുകയാണ്. ഒപ്പം ഇംഗ്ലണ്ടിന്റെ ഭാഗത്തു നിന്നും അത്തരം ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഒപ്പം ഇപ്പോൾ കിട്ടുന്ന ചില വാർത്തകൾ അനുസരിച്ച് ഐക്യരാഷ്ട്രസഭയിലെ 191 അംഗപ്രതിനിധികളിൽ 141-ലധികം പേർ ഇപ്പോൾ ഫലസ്തീൻ്റെ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുമെന്നറിയുന്നു. അതായത് സ്വതന്ത്ര രാഷ്ട്രം എന്ന രീതിയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു നിമിഷത്തിലാണ് ഫലസ്തീൻ ഇപ്പോൾ. പക്ഷേ അമേരിക്കയുടെ വീറ്റോ അത് വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഒരുപക്ഷെ കൂടുതൽ ശക്തമായിട്ട് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ ഒരു വരുതിയിൽ കൊണ്ടുവന്നാൽ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ വിശകലനങ്ങളൊക്കെ കാണുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ ഭാഗത്ത് ഇതിൽ നീരസം പ്രകടിപ്പിക്കുന്ന ചില പ്രസ്താവനകളും ഉണ്ടാകുന്നുണ്ട്. കാരണം ഒക്ടോബറിൽ വലിയ കടന്നുകയറ്റമാണ് ഫലസ്തീനിന്റെ ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ ഉണ്ടായത്. ഒരുപാട് ആളുകളെ കൊന്നു. അതിനുശേഷവും ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ ന്യായീകരിക്കുന്നത് ഫ്രാൻസ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വിമർശനമുണ്ടാകുന്നു. പക്ഷേ ലോകത്തിന്റെ ഗതി, ലോകത്തിന്റെ പോക്ക്, ലോകത്തിന്റെ നീക്കുപോക്കുകളൊക്കെയും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വതന്ത്രത്തെ അംഗീകരിക്കുന്ന രീതിയിലാണ് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട ആ രാജ്യം അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾക്ക്, കൊടിയ യാതനകൾക്ക്, ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പന്താവിൽ വീണുപൊലിഞ്ഞ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ ആത്മാവിന് നിത്യശാന്തി പകർന്നുകൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യം പിറന്നു വീഴും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.